നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. അക്ഷരാർത്ഥത്തിൽ റയൽ മാഡ്രിഡിൻ്റെ സൂപ്പർ താരങ്ങൾ പൊളിച്ചെടുക്കുകയാണ്. ഗോളും അസിസ്റ്റുമായിട്ട് കിലിയൻ എംബാപ്പയും റോഡ്രിഗോയും ഒക്കെ മിന്നിക്കെത്തിയ മത്സരത്തിൽ സെവിയയെ അവർ 4-2 പരാജയപ്പെടുത്തി. ഇതോടുകൂടി ലാലിഗ ടേബിളിൽ റയൽ മാഡ്രിഡ് 2-ാം സ്ഥാനത്തും ബാഴ്സലോണ 3-ാം സ്ഥാനത്തുമായി. അത്ലറ്റിക്കോ മാഡ്രിഡാണ് 1-ാം സ്ഥാനത്ത് വിരാജിക്കുന്നത്. കളിയിൽ കിലിയൻ എംബാപ്പയും ഫെഡെ വാൽവർദയും റോഡ്രിഗോയും ബ്രൈൻ ഡയസുമാണ് റയലിനായിട്ട് ഗോളുകൾ നേടിയത്. മറുഭാഗത്ത് റൊമേറയും ലൂക്കെ ബാക്കിയോയുമാണ് സെവിയയുടെ ഗോളുകൾ കണ്ടെത്തിയത്. മത്സരത്തിൽ കിലിയൻ എംബാപ്പയിലൂടെയാണ് റയലിൻ്റെ ഗോളടി തുടങ്ങുന്നത്. റോഡ്രിഗോ നൽകിയ ബോളിൽ നിന്ന് എംബാപ്പയുടെ ഒരു കിടിലൻ ഗോൾ. എംബാപ്പ ഇപ്പോൾ മിന്നും ഫോമിലാണ്. കഴിഞ്ഞ 4 കളികൾ റയൽ മാഡ്രിഡിനായിട്ട് അദ്ദേഹം ഗോളടിച്ചു കഴിഞ്ഞു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. 20-ാമത്തെ മിനിറ്റിൽ കമവിംഗയുടെ ബോളിൽ നിന്ന് ഫെഡെ വാൽവർദയുടെ ഗോൾ. വാൽവർദ പിന്നെ ബാങ്കേഴ്സ് ഇല്ലാതെ അടിക്കാറില്ലല്ലോ, അതാണ് അദ്ദേഹത്തിൻ്റെ ശീലം. ആ ശീലം അദ്ദേഹം തുടരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തുടർന്ന് 34-ാമത്തെ മിനിറ്റിൽ ലൂക്കാസ് വാസ്കസിൻ്റെ അസിസ്റ്റിൽ നിന്ന് റോഡ്രിഗോയുടെ ഗോൾ കൂടി വന്നപ്പോൾ 3-0 ലീഡിലേക്ക് റയൽ മാഡ്രിഡ് കടന്നുപോയി. എന്നാൽ 35-ാമത്തെ മിനിറ്റിൽ റൊമേറോയുടെ ഗോളിലൂടെ ഒരു ഗോൾ മടക്കിയടിച്ചു സെവിയ. ഇടവേള സമയത്ത് 3-1 റയൽ മാഡ്രിഡ് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ കിലിയൻ എംബാപ്പയുടെ അസിസ്റ്റിൽ നിന്ന് ബ്രൈൻ ഡയസ് ഗോളടിച്ചതോടുകൂടി 53-ാമത്തെ മിനിറ്റിൽ റയൽ മാഡ്രിഡ് 4-1 ലീഡിലേക്ക് കടന്നുപോയി. പക്ഷേ ഒരു ഗോൾ കൂടി സെവിയ പിന്നീട് മടക്കിയിട്ടായി. 85-ാമത്തെ മിനിറ്റിൽ ലൂക്കെ ബാക്കിയോയാണ് ആ ഗോൾ കണ്ടെത്തിയത്. പക്ഷേ 4-2 തകർപ്പൻ ജയം. അത് ഇപ്പം സമീപകാലത്ത് റയൽ മാഡ്രിഡ് മികച്ച പ്രകടനം നടത്തുന്നു. ഇപ്പോൾ ഇന്റർകോണ്ടിനൽ കപ്പ് നേടി മടങ്ങിയെത്തി, ലാലിഗയിൽ വിജയം നേടി. അങ്ങനെ ക്രിസ്മസ് സമ്മാനം ആരാധകർക്ക് നല്ല രൂപത്തിൽ അവർ കൊടുത്തിരിക്കുകയാണ്. 18 കളിയിൽ നിന്ന് 40 പോയിന്റുമായിട്ട് റയൽ ഇപ്പോൾ ലാലിഗയുടെ പോയിന്റ് പട്ടികയിൽ 2-ാമതാണ്. 18 കളിയിൽ നിന്ന് 41 പോയിന്റുള്ള അത്ലറ്റിക്കോ മാഡ്രിഡാണ് 1-ാം സ്ഥാനത്ത്. ഒറ്റ പോയിന്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ബാഴ്സയാവട്ടെ ഒരു കളി അധികം കളിച്ചിട്ടും 38 പോയിന്റേ ഉള്ളൂ. ബാഴ്സ 3-ാം സ്ഥാനത്തായി പോയിട്ടുണ്ട്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.